ഹായ് എവരിവൺ. പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ചാനൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി ഒബ്സഷൻ എന്ന ഹോളിവുഡ് ഹൊറർ മൂവിയാണ്. വളരെ മികച്ച അഭിപ്രായങ്ങളോട് കൂടി ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ് ഒബ്സഷൻ. വളരെ കുറഞ്ഞ ബഡ്ജറ്റോട് കൂടി വന്ന് എന്നാൽ ഇപ്പോൾ വളരെയധികം മികച്ച കളക്ഷനുകളാണ് ഇന്ത്യയിൽ നിന്നും അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ മൂവി നേടിക്കൊണ്ടിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 25 മുതൽ ചിത്രം ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി M4M മോട്ടീവ് ഫോർ മർഡർ എന്ന തെലുങ്ക് മൂവിയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. ഹൈദരാബാദ് നഗരത്തെ ഭീതിയിലകത്തുന്ന ഒരു സീരിയൽ കില്ലറിന്റെ കഥയാണ് ഇതിൽ പറയുന്നത്. സംവിത് ആചാര്യയാണ് ഇതിൽ പ്രധാന കഥാപാത്രമായി വരുന്നത്. ജൂൺ 19 മുതൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ലാൻഡ്സ്കേപ്പ് പ്ലേയിൽ ഇത് സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തത് അതിരടി എന്ന കോമഡി ആക്ഷൻ മൂവിയാണ്. ഇത് സോണി ലൈവ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ മികച്ച അഭിപ്രായങ്ങളായിരുന്നു അതിരടി തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നപ്പോൾ കേട്ടിരുന്നത്. ജൂൺ 19 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ബാലൻ ദി ബോയ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം നാളെ, അതായത് ജൂൺ 19 റിലീസ് ആവുകയാണ്. ആവേശത്തിന്റെ ഡയറക്ടർ ജിത്തു മാധവനാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടറായ ചിദംബരമാണ്. ഇതിന്റെ OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് C5 ആണ്. ചിത്രം നമുക്ക് കാത്തിരുന്നു കാണാം. അടുത്തതായി റാസൂർ എന്ന തെലുങ്ക് സൈക്കോളജിക്കൽ മൂവിയാണ്. ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ആഹ OTT പ്ലാറ്റ്ഫോമാണ്. ജൂൺ 19 മുതൽ, അതായത് നാളെ മുതൽ റസൂർ ആഹ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ദൃശ്യം 3 എന്ന ക്രൈം ത്രില്ലർ മലയാളം മൂവിയാണ്. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി വന്ന മൂവിയാണ് ദൃശ്യം 3. വളരെ മികച്ച അഭിപ്രായങ്ങളായിരുന്നു തിയേറ്ററുകളിൽ ഇതിന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ചിത്രം OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ജൂൺ 18 മുതൽ ദൃശ്യം 3 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അതായത് ഇപ്പോൾ ഇത് സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി യെല്ലോ എന്ന തമിഴ് മൂവിയാണ്. ഇത് സിംപ്ലി സൗത്ത് എന്ന OTT പ്ലാറ്റ്ഫോമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ 19 മുതൽ യെല്ലോ എന്ന തമിഴ് മൂവി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ലാസ്റ്റ് ഹൗസ് എന്ന ഹൊറർ മൂവിയാണ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് ആയി റിലീസ് ആവാൻ പോകുന്ന സിനിമയാണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ഓഗസ്റ്റ് 7 ലാസ്റ്റ് ഹൗസ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ബ്ലാസ്റ്റ് എന്ന തമിഴ് ആക്ഷൻ മൂവിയാണ്. ഇത് നെറ്റ്ഫ്ലിക്സ് ആണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ ബഡ്ജറ്റോടുകൂടി വന്ന് പ്രേക്ഷക സ്വീകാര്യത കൂടുതലായി നേടിയ, ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ബ്ലാസ്റ്റ് എന്നത്. ജൂൺ 25 മുതൽ ബ്ലാസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി സൂപ്പർ സുബ്ബു എന്ന തെലുങ്ക് വെബ് സീരീസ് ആണ്. വെറും 7 എപ്പിസോഡുകൾ മാത്രമുള്ള, ഒരു സീസണും മാത്രമുള്ള ഒരു മൂവിയാണ് സൂപ്പർ സുബ്ബു. ജൂലൈ 2 മുതൽ സൂപ്പർ സുബ്ബു സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി കാട്ടാളൻ എന്ന മലയാളം മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ ആയിരിക്കും ഏറ്റെടുക്കുക. അതിനുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും ചിത്രത്തിൽ നേടാൻ സാധിച്ചില്ല. ആളുകളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാൻ കാട്ടാളന് സാധിച്ചിരുന്നില്ല. ജൂൺ അവസാന വാരം അല്ലെങ്കിൽ ജൂലൈ അവസാന വാരമായിരിക്കും കാട്ടാളൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അടുത്തതായി സൈക്ക് സിദ്ധാർത്ഥ എന്ന തെലുങ്ക് മൂവിയാണ്. ഇത് ആമസോൺ പ്രൈം ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി മോളിവുഡ് ടൈംസ് എന്ന മലയാളം മൂവിയാണ്. നെസ്ലിൻ നായകനായി വന്ന അഭിനവ് സുന്ദർ നായിക് ഡയറക്ട് ചെയ്ത മൂവിയാണ് മോളിവുഡ് ടൈംസ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വൻ വിജയത്തോടുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ജൂലൈ അവസാന വാരമായിരിക്കും ചിത്രം OTT സ്ട്രീമിംഗ് ആരംഭിക്കുക. അടുത്തതായി ഗു എന്ന മലയാളം ഫാന്റസി ഹൊറർ മൂവിയാണ്. ഇത് മനോരമ മാക്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. സൈജു കുറുപ്പാണ് ഇതിലെ പ്രധാന കഥാപാത്രമായി വന്നിരിക്കുന്നത്. ജൂൺ 19 ഗു എന്ന മൂവി മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. ഇതൊക്കെയാണ് പുതിയ OTT റിലീസുകൾ. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമാ വാർത്തകളെ കുറിച്ച് അറിയുന്നതിനും സിനിമാ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് വെയിറ്റിംഗ്? നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.